അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ 2003 മാർച്ച് മാസം 5-ാം തീയതി ആക്കുളത്തെ ഇ.പി. ജയരാജന്റെ മകന്റെ ഫ്ളാറ്റിൽ വെച്ച് ഈ ജാവദേക്കറുമായി ലാവ്ലിൻ സംബന്ധിച്ച്, തൃശൂർ ലോക്സഭാ സീറ്റ് സംബന്ധിച്ച്, വൈദേകം റിസോർട്ട് സംബന്ധിച്ച്, കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്കുള്ള ഒഴുക്കിനെ സംബന്ധിച്ച് ഒക്കെയുള്ള സംസാരം നടന്നിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ ചർച്ചയല്ലേ? ആ രാഷ്ട്രീയ ചർച്ചയെ അത്ര നിഷ്കളങ്കമായി നമുക്ക് കാണാൻ കഴിയുമോ? ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞതുപോലെ. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. അരുൺ, ഇതിനെ കാണേണ്ടത് മറ്റൊരർത്ഥത്തിലാണ്. നമ്മുടെ ചർച്ച പല ഘട്ടങ്ങളിലും രാഷ്ട്രീയം ജാവ്ദേക്കറുമായി ചർച്ച ചെയ്തു എന്നൊക്കെയാണ് ആ ചർച്ചയെ അങ്ങനെ നിലവാരം കുറഞ്ഞതായി നാം ആ വിവാദത്തെ അങ്ങനെ കാണുന്നിടത്താണ് വലിയ പ്രശ്നം. ഇവിടെ ഞാൻ കാണുന്നത് ജാവ്ദേക്കറെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട BJP-യുടെ കേരള പ്രഭാരി, മുൻ കേന്ദ്രമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഉറ്റ കൂട്ടുകാരനെന്ന് പറയുന്നത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ താനൊരു ദല്ലാളാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും അങ്ങനെ ഒരു കളങ്കിതനായിട്ടൊരു വ്യക്തി ഇങ്ങനെ ഇടപെടുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഉറ്റ കൂട്ടുകാരനായി കേരള പ്രഭാരി ജാവ്ദേക്കർ മാറിയിട്ടുണ്ട് എങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ സ്വാധീനിച്ചും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും തങ്ങൾക്കൊപ്പം വരുന്നു എന്ന നെറികെട്ട രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന BJP-ക്കെതിരെ ഒരു മാധ്യമവും അത്തരത്തിലൊരു തുറന്ന ചർച്ചയ്ക്ക് വഴി തുറന്നിട്ടില്ല. പക്ഷേ ഇതേ നന്ദകുമാർ എങ്ങനെയാണോ പ്രകാശ് ജാവ്ദേക്കറുടെ സുഹൃത്തായത് അതേ അളവിൽ ഏകദേശം അതേപോലെ തന്നെ ഇ.പി. ജയരാജനുമായിട്ടും ബന്ധം പുലർത്തിയിരുന്നു. ഇ.പി. ജയരാജൻ ഷോൾ അണിയിച്ചത് ഇതേ നന്ദകുമാറിന്റെ അമ്മയെ തന്നെയല്ലേ? ഇ.പി. ജയരാജൻ നന്ദകുമാറുമായി ബന്ധമുണ്ടെന്ന് ഇ.പി. ജയരാജൻ തന്നെ തുറന്ന് സമ്മതിച്ചല്ലോ. അത് തന്നെ പിന്നീടാണ് താൻ തിരിച്ചറിയാൻ വൈകിപ്പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണോ പ്രകാശ് ജാവ്ദേക്കറിനും നന്ദകുമാറുമായുള്ള ബന്ധം, അതേ ബന്ധം ഏറിയ പങ്കും അളവിൽ ഇ.പി. ജയരാജനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നന്ദകുമാറുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ ഏതെങ്കിലും ആനുകൂല്യം നൽകുക സാധ്യമല്ല. എൻ്റെ ചോദ്യം സ്ട്രെയിറ്റ് ആണ്. ഈ 4-5 വിഷയങ്ങൾ വീട്ടിൽ വന്ന് 5-6 മിനിറ്റിനുള്ളിൽ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമല്ലേ അവർ സംസാരിച്ചത്? അതത്ര നിഷ്കളങ്കമാണോ എന്നതാണ് എൻ്റെ ചോദ്യം. അരുൺ, ഇതിൽ കാണേണ്ടത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നിഷ്കളങ്കനായ ഒരു രാഷ്ട്രീയ നേതാവുണ്ടെങ്കിൽ സഖാവ് ഇ.പി. ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ ആ നിഷ്കളങ്കത ഒരു ദൗർബല്യമായി കണ്ട് പല ഘട്ടങ്ങളിലും പലരും ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ വെറുക്കപ്പെട്ടവനെന്ന് വിളിക്കപ്പെടേണ്ട നന്ദകുമാറും അങ്ങനെ ചൂഷണം ചെയ്തിട്ടുണ്ടാവും. ഇ.പി. തന്നെ അത് തുറന്നു പറഞ്ഞു. തനിക്ക് ആ വ്യക്തിയുടെ നിലപാടുകളെ സംബന്ധിച്ചും ആ വ്യക്തിയുടെ തീരുമാനങ്ങളെ സംബന്ധിച്ചും തനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരു തെറ്റ്, മനുഷ്യസഹജമായ തെറ്റ് തനിക്ക് പറ്റിയിട്ടുണ്ട്. ആ കഴിഞ്ഞിരിക്കുന്നു. 4 മിനിറ്റ് കൊണ്ട് ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ കുടുക്കാൻ നടന്ന മനുഷ്യനാണെന്ന് ഇ.പി. ജയരാജൻ അറിയാതെയാണോ ഈ നിഷ്കളങ്കത? അങ്ങനെയല്ല. ദല്ലാൽ നന്ദകുമാർ വിചാരിച്ചാലോ ജാവ്ദേക്കർ വിചാരിച്ചാലോ ലാവ്ലിൻ കേസിന്റെ ഒരു തീർപ്പ് കൽപ്പിക്കാനാവും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പ് അറിയാമായിരുന്നില്ലേ? ലാവ്ലിൻ കേസിൽ VS-ന്റെ പക്ഷത്ത് നിന്ന് പിണറായി വിജയനെതിരെ പാർട്ടിക്കെതിരെ പടനീക്കം നയിച്ച ആളല്ലേ ഈ നന്ദകുമാർ. ആ നന്ദകുമാറുമായിട്ട് സ്വപ്നത്തിൽ പോലും ഒരു ബന്ധം ഇ.പി. ആലോചിക്കാൻ പാടുണ്ടോ? അങ്ങനെയല്ല. നന്ദകുമാർ ഒരുപക്ഷെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇ.പി.യിലേക്ക് അടുത്തതാണ്. ഞാൻ പറഞ്ഞില്ലേ, വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഇ.പി.ക്ക് ഒരു കയ്യബദ്ധം പറ്റി. ചില ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് വാക്കുപിഴകൾ പറ്റാറുണ്ട്. അങ്ങനെ അത് പാർട്ടിക്ക് വളരെ കൃത്യമായി അടുത്തറിയാവുന്ന മനുഷ്യൻ എന്ന നിലയിൽ പാർട്ടിക്ക് അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയും വേണ്ട, അത്തരത്തിലൊരു പ്രശ്നം ഉദിക്കുന്നില്ല എന്ന അർത്ഥത്തിലേക്ക് അത് തീരുമാനമാകുന്നത്. Debate with Arun Kumar.